ഉച്ചക്കത്തേക്കേ ഞാൻ ഓർത്തു ഷ്രിമ്പ് നമ്മുടെ നാട്ടിലെ പോലത്തെ തീരെ കുഞ്ഞ് ചെമ്മീൻ സാലഡ് ഷ്രിമ്പ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഉച്ചക്കത്തെ കറിക്ക് വേണ്ടി ഇത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ നമുക്കൊന്ന് ഇട്ട് നല്ലപോലെ മാറിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾ പൊടി, നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടി പാപ്രിക്ക, പിന്നെ എരിവുള്ള മുളക് പൊടി, അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടി, ഇനി കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വേണ്ടത്. മതി. ഇനി ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു 30 മിനിറ്റ്സ് എങ്കിലും മാറ്റി വെക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തങ്ങ് എടുക്കാം. പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടേ. കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കുക. നല്ല കട്ടയായിട്ടിരിക്കുക, തണുപ്പായതുകൊണ്ടാണ്. നീ ഇത് ഉരുക്കി ചൂടായി വരട്ടെ. ഇതാ എണ്ണ ചൂടായിട്ടുണ്ടേ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉണങ്ങിയതാണേ, ഫ്രഷൊന്നുമല്ല. ചെമ്മീനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്നൊരു കൂട്ടാൻ ചോറിന് വേണ്ടി. വീട് മാറിയത് ഉള്ളതുകൊണ്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പപ്പായും മമ്മി ഞാനും കൂടെ വരാതെ കുറച്ച് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറി വെക്കാൻ പറ്റിയിട്ട് മറന്നുപോയി. പെട്ടെന്ന് ഒരു ചെമ്പെടുത്തങ്ങ് വറുത്തേക്കാവുന്ന ഓർത്ത്. ഇനി ഇത് ചെറിയ തീ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണേ. വെള്ളമൊക്കെ ഇറങ്ങി ആ എണ്ണയും നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇതാ നോക്കിക്കേ, വെള്ളമൊക്കെ ഇറങ്ങി ഒരു പെരളൻ രീതിയിലായിട്ടുണ്ടേ. ഇനി ഇച്ചിരിയും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. ചെറിയ ഫ്രൈ ആയി വരട്ടെ. ലേശം കൂടെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വേറൊരു മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇടാൻ പോകുന്നത് കുറച്ച് വറുത്തരയാണേ. നമ്മളിത് ഇന്ത്യൻ കടയിൽ നിന്ന് മേടിച്ച് വെച്ചേക്കുന്ന ടേസ്റ്റ് ഓഫ് കേരളയുടെ കോക്കനട്ട് വറുത്തരച്ചത് ഇൻസ്റ്റൻറ്റ് പേസ്റ്റ്. അപ്പോൾ ഒരു വറുത്തരച്ച ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമേ വെച്ച് വേണം നമ്മൾ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് മുരിയിപ്പിച്ചെടുക്കാൻ. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് തേങ്ങാ ചിരവിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് കൂടി പോയിട്ട് കാപ്പി സാരമില്ല. ഇതും കൂടെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് ഒന്ന് കഴിയുമ്പോഴത്തേക്ക് സെറ്റാവും. കിടന്ന് മുരിയട്ടെ. ഇതാ അപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി തേങ്ങാപ്പീരയൊക്കെ ഇട്ടുള്ള ഒരു പെട്ടെന്നുണ്ടാക്കിയൊരു ചെമ്മീൻ ഫ്രൈ. ഇനി നമുക്ക് ചോറിനാവേ, വിശന്നിരിക്കുക. അപ്പം എന്താ നമ്മുടെ ഉച്ചയൂണ്. ഇതാ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇന്നലെ ഉണ്ടാക്കിയാണേ. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. വെണ്ടയ്ക്ക അല്ലല്ലോ, ഇത് കോവയ്ക്കല്ലേ, മാറിയും പോയി. കോവയ്ക്ക. പിന്നെ ഒരൈറ്റം കൂടെ ഉണ്ട്, കാണിക്കാവേ. നല്ല അടിപൊളി ചമ്മന്തി. പിന്നെ വേണേ കഴിഞ്ഞ ദിവസത്തെ ഒരു ലേശം മീൻചാറും കൂടെ ഉണ്ട്. സെറ്റായില്ലേ?
എല്ലാവരും ലഞ്ച് കഴിച്ചെന്ന് കരുതുന്നു.